ഹലോ, ഇറ്റ്സ് മീ ഷഹന ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ എൻ്റെ ഇന്നത്തെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ അജ്മാലിൽ വന്നതാണ് കേട്ടോ. പിന്നെ എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളുടെ ഒരു ബക്കറ്റ് ലിസ്റ്റ് കാണും. അപ്പം എനിക്ക് കുറച്ച് അഡ്രിനാലിൻ റഷൊക്കെ തരുന്ന ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നത്. അത് ചിലർക്കൊക്കെ വളരെ സിമ്പിളായിരിക്കും, പക്ഷെ നമ്മളൊന്നും അങ്ങനെ യൂസ്ഡ് അല്ലാത്തത് കൊണ്ട് ഇത്തിരി ടഫാണ്. അതുകൊണ്ട് എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അജ്മാലിൽ ഹോഴ്സ് റൈഡിങ്ങിന് വന്നതാണ്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Can I touch? Okay. Any problem? Jump. Yes, very good. Perfect. Yeah. Very nice. Oh my god. Maybe आपका स्टेप का Why? This is फिलहाल moving like that. वेट मैं आपके साइज के मुताबिक बनाएगा, सही है? क्योंकि इंडिया से आप हैं? Ah, Kerala. Yeah. Inshallah. Where are you from? I'm from Pakistan. I have many students from Kerala. Yeah. My colleagues are from Pakistan. I'm teaching also people. I have many students from Kerala. Every Sunday they have group. Every Sunday they are coming, like plus 20 people. They all from Kerala. Can you remove this? ഞങ്ങൾ ദുബായിലുള്ള ഒരു റൈഡിംഗ് സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്നു. അവരാണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നത്. ഞങ്ങളപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. ബുക്ക് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈമിങ്ങിലാണോ പ്ലോട്ട് വേണ്ടത് ആ ടൈമിങ്ങിൽ നമ്മൾ പ്ലോട്ട് ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് രാവിലത്തെ പ്ലോട്ടായിരുന്നു കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം രാവിലെ എന്ന് പറയുമ്പം കുറച്ച് ക്രൗഡ് കുറവായിരിക്കും. ബീച്ചൊക്കെ കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിരിക്കും. ഒരുപാട് ആൾക്കാരില്ലാത്ത സമയത്താണ് നമുക്ക് റൈഡ് ചെയ്യാൻ എപ്പം നല്ലത്. ഇവർ പിന്നെ നമ്മളെ ബീച്ച് സൈഡിൽ കൂടെ നടത്തിക്കുക മാത്രമല്ല ഓടിച്ചായിരുന്നു കുറേ നേരം. പിന്നെ അതിനുശേഷം നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ഇവരിങ്ങനെ കടലിലേക്ക് നമ്മളെ ഹോഴ്സസിനെയും കൊണ്ട് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഹോഴ്സസിൻ്റെ പുറത്തിരിക്കുമ്പോൾ നമുക്കത്ര ഭീകരത തോന്നത്തില്ലെങ്കിലും സീയിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ഏകദേശം ഇതിൻ്റെ കഴുത്തറ്റം വെള്ളം വരും. നമ്മൾ ഇപ്പോൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അത് നമ്മൾ സ്നിഫ് ചെയ്ത് നോക്കും, മണപ്പിച്ച് നോക്കും, നമ്മുടെ ഒരു ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സ്നിഫ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹോഴ്സസിൻ്റെ മൂക്കിൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. ഘ്രാണശേഷി കൂടിയ ഒരു ജീവിയാണ് ഹോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സ്മെല്ലിംഗ് പവർ കൊണ്ടിട്ട് നമുക്ക് പേടിയാണോ, നമ്മൾ കാമാണോ, നമ്മൾ ഓക്കെ ആണോ, നമ്മൾ ഹാപ്പി ആണോ, ഇതിനെ പേടിച്ച് നിൽക്കുകയാണോ എന്നൊക്കെ ഇതിനെ പെട്ടെന്ന് മനസ്സിലാവും എന്നാണ് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഇതിൽ പറയുന്നത്. പിന്നെ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തന്നത് 3 ഹോഴ്സസിനെ ആയിരുന്നു. അതിൽ 2 ഫീമെയിലും 1 മെയിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. ശരിക്കും നല്ല ട്രെയിനേഴ്സ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് നല്ല ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു കൂടെ. നല്ല ട്രെയിനേഴ്സാണ് നമുക്കുള്ളെങ്കിൽ അവർ കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും. നമ്മൾ എങ്ങനെ റൈഡ് ചെയ്യണം, എങ്ങനെ നമ്മുടെ കാലിൻ്റെ പൊസിഷൻ എങ്ങനെയായിരിക്കണം, എങ്ങനെ മൂവ് ചെയ്യിക്കാം, എങ്ങനെ ലെഫ്റ്റ് റൈറ്റും ഇതിനെ മൂവ് ചെയ്യിക്കാം, ഇതിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യിക്കാം എന്നൊക്കെ അവർ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇതിനെ നമുക്ക് തന്നെ ഓടിക്കാൻ പറ്റും. ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.